ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകരവാദത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിറയൻകീഴും വടകരയും ഉൾപ്പെടെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകൾക്കായി മൂന്നാമത് ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ന് യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി ഇന്ത്യൻ സേന നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദികളെ പാഠം പഠിപ്പിക്കുന്നതിന് സായുധ സേനകൾക്ക് രാജ്യം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യായത്തിന്റെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ റെയിൽവേ ശൃംഖല ആധുനീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്തിന്റെ പുതിയ വേഗതയും പുരോഗതിയും പ്രദർശിപ്പിക്കുന്നതാണ് വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത് ട്രെയിനുകളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. आज भारत अपनी ट्रेनों के नेटवर्क को भी आधुनिक कर रहा है. ये वंदे भारत ट्रेनें, अमृत भारत ट्रेनें, नमो भारत ट्रेनें ये देश की नई गति और नई प्रगति को दर्शाती है. अभी देश में करीब 70 रूट पर वंदे भारत ट्रेनें चल रही है. इससे दूर सुदूर के इलाकों में भी आधुनिक रेल पहुंची है. കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചിറയൻകീഴ് വടകര സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചു. വടകര റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. നാടിന്റെ വികസനത്തെ രാഷ്ട്രീയത്തിനും പ്രാദേശികതയ്ക്കും അതീതമായി പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുമ്പോൾ ലോക്കൽ ട്രെയിനുകൾ പിടിച്ചിടേണ്ട സാഹചര്യം ഒഴിവാക്കാൻ പാത ഇരട്ടിപ്പിക്കലാണ് പരിഹാരമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിനായി സ്തുത്യർഹ സേവനമനുഷ്ഠിച്ച ധീര സൈനികരെ കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. പുതുച്ചേരിയുടെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം ഡിവിഷന്റെ ഭാഗമായ കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അമൃത് ഭാരത് സ്റ്റേഷനുകളിൽ ഉൾപ്പെടുന്നു. മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ 7 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് അമൃത് ഭാരതിലൂടെ നടപ്പാക്കിയത്. കൂടുതൽ സൌകര്യങ്ങളോടുകൂടിയ വിശ്രമമുറി, ദിവ്യാംഗൻ സൌകര്യങ്ങൾ, ടിക്കറ്റ് വിതരണ കേന്ദ്രം, ശൌചാലയങ്ങൾ, വിശാലമായ വാഹന പാർക്കിംഗ് എന്നിവയൊരുക്കി 3 ഏക്കറോളം ഭൂമിയിലാണ് വികസന പദ്ധതികൾ നടപ്പാക്കിയത്. വടകര റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന് 29.47 കോടി രൂപയാണ് വിനിയോഗിച്ചത്. ബുക്കിംഗ് ഓഫീസ്, ടിക്കറ്റിംഗ് ഏരിയ എന്നിവ നവീകരിച്ചതിനു പുറമെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നവീകരിച്ച AC, നോൺ AC കാത്തിരിപ്പ് മുറികൾ, പുതിയ എസ്കലേറ്റർ, പുനർനിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ, പുതിയ വാക്വേ എന്നിവ ഉൾപ്പെടെ സജ്ജമാക്കി കേരളത്തിന്റെ പരമ്പരാഗത വാസ്തു സൌന്ദര്യശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് വടകര സ്റ്റേഷന്റെ പുനർനിർമ്മിതി. മാഹി റെയിൽവേ സ്റ്റേഷനിൽ 12.61 കോടി രൂപയുടെയും കുഴിത്തുറൈ സ്റ്റേഷനിൽ 5.35 കോടി രൂപയുടെയും നവീകരണമാണ് അമൃത് ഭാരതിലൂടെ നടപ്പാക്കിയത്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ റെയിൽവേ, റോഡ്, വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ദേശ്നേക് അമൃത് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ബിക്കാനീർ മുംബൈ എക്സ്പ്രസ് ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിന് മുൻപ് കർണി മാതാ ക്ഷേത്രത്തിലും ശ്രീ മോദി ദർശനം നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകൾക്കായി DMK MP കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത് സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ന് യാത്ര തിരിച്ചു. സ്പെയിൻ, ഗ്രീസ്, സ്ലൊവേനിയ, ലാത്വിയ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് സംഘം സന്ദർശിക്കുക. ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വ്യക്തമാക്കുന്നതിനൊപ്പം പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നുകാട്ടുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം.
ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഈ വെല്ലുവിളിയെ നിശബ്ദമായി നേരിടാൻ സാധിക്കില്ലെന്നും കനിമൊഴി MP യാത്രയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളോട് പറഞ്ഞു. This is just to explain what has happened in India. We've lost life because of terrorism. We cannot remain silent and accept what is going on. The world has to understand. I don't think any country in the world believes in keeping quiet in front of terrorism. We have to join together and come together to fight against terrorism. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകൾക്കായി ഇന്നലെ പുറപ്പെട്ട 2 ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ ജപ്പാനിലും അബുദാബിയിലും എത്തിച്ചേർന്നു. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജുമായി കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിൽ ഇന്ന് രാവിലെ എത്തിയ ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ UAE ഫെഡറൽ കൌൺസിൽ അംഗം അഹമ്മദ് മീർ ഖൂരിയും ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും ചേർന്ന് സ്വീകരിച്ചു. അബുദാബി മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി സംഘം ഉന്നതതല യോഗം ചേർന്നു. എല്ലാത്തരം ഭീകരപ്രവർത്തനങ്ങളെയും നേരിടാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് വ്യക്തമാക്കുന്ന ചർച്ചകളാണ് യോഗത്തിൽ നടന്നത്. 59 MPമാർ അംഗങ്ങളായ 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിലാണ് അടുത്ത മാസം 5 വരെ സന്ദർശനം നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. www.results.hsc.kerala.gov.in www.prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ 3:30 മുതൽ ഫലമറിയാൻ സാധിക്കും. 4,44,000-ലധികം വിദ്യാർത്ഥികളാണ് പ്ലസ് 2 പരീക്ഷ എഴുതിയത്. 26,000-ലേറെ വിദ്യാർത്ഥികൾ VHSC 2ാം വർഷ പരീക്ഷ എഴുതി. പ്ലസ് 1 പരീക്ഷാഫലം അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. എറണാകുളം മൂഴിക്കുളത്ത് കൊല്ലപ്പെട്ട 4 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായതായി റിപ്പോർട്ട്. സംഭവത്തിൽ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നെന്നാണ് അമ്മ നേരത്തെ പോലീസിനോട് സമ്മതിച്ചിരുന്നത്. വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്ന് പോലീസ് വ്യക്തമാക്കി. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനമേഖലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് വെടിവയ്പ് തുടരുകയാണ്. ഡൽഹിയിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. വീടുകൾ തകർന്നതായും മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും കടപുഴകി വീണതായും ഡൽഹി അഗ്നിരക്ഷാസേന അറിയിച്ചു. ശക്തമായ കാറ്റ് വാഹന ഗതാഗതത്തെയും മെട്രോ വിമാന സേവനങ്ങളെയും ബാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ മൺസൂൺ ആരംഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ചില ജില്ലകളിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിൽ കർണാടക, ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡിസിയിലെ ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് സമീപം ഇസ്രായേലി എംബസിയിലെ 2 ജീവനക്കാർ വെടിയേറ്റ് മരിച്ചു. ഇന്ന് പുലർച്ചെ അജ്ഞാതനായ തോക്കുധാരിയുടെ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലി അംബാസിഡർ ഡാനി ഡാനോൺ ആക്രമണത്തെ അപലപിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയും US ഉപരോധവും സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 5ാം വട്ട ചർച്ചകൾ നാളെ റോമിൽ നടക്കും. ഒമാൻ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആണവ പ്രവർത്തനങ്ങളിൽ സുതാര്യത പുലർത്താൻ തയ്യാറാണെന്നും എന്നാൽ US ഉപരോധം നീക്കുന്ന വിഷയം ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗ്ചി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 959 പോയിന്റ് നഷ്ടത്തിൽ 80,637ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 284 പോയിന്റ് ഇടിഞ്ഞ് 24,529ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകരവാദത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിറയൻകീഴും വടകരയും ഉൾപ്പെടെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകൾക്കായി 3ാമത് ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ന് യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി VHSC പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും.
IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.